സർ, പശ്മേഷ്യൻ യുദ്ധം അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. കിങ് ജോങ് ഉന്നൊക്കെ ഇപ്പോൾ ഇറാന് ഒപ്പം നിൽക്കാമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. യുദ്ധം ശക്തമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ധാരണയിലാണ് പല ആളുകളും. അപ്പോൾ എന്താണ് സാർ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ സുരക്ഷിതരാണോ? അല്ല, ഇപ്പോൾ ഈ ട്രംപ് കാണിച്ച മണ്ടത്തരത്തിൻ്റെ ഒരു ഇരയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഉച്ചകഴിഞ്ഞ് 2:10 കഴിഞ്ഞു. സാധാരണ ഞാൻ 1 മണിക്ക് ഊണ് കഴിക്കുന്ന പതിവുകാരനാണ്, സീനിയർ സിറ്റിസണാണ്. ഇന്നിപ്പോൾ 1 മണിക്ക് എനിക്ക് ഊണ് കിട്ടിയിട്ടില്ല. കാരണം വീട് വിട്ടൊരു നഗരത്തിലാണ് ഞാൻ, തലസ്ഥാന നഗരത്തിലാണ്. അവിടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ആകെ ഇരുട്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, അടുക്കള പൂട്ടി. കാരണം സ്റ്റാച്യു നിന്ന് വരുന്ന എല്ലാവർക്കും ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കുന്ന ഒരു ഹോട്ടലാണത്. വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ. ആ ഹോട്ടൽ വിശ്വസിച്ച് കഴിക്കാവുന്ന ഹോട്ടലാണ്. അങ്ങനെ ഒരു ഹോട്ടലിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും സ്ഥിതി അടുക്കള പൂട്ടി. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ ആ ഹോട്ടൽ ഉടമ ബാബു നായർ പറയുന്നത്, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഞങ്ങൾക്ക് LPG വിതരണം നിലച്ചിരിക്കുകയാണ്, ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ LPGക്ക് പ്രശ്നമുണ്ടെങ്കിൽ LNGക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ മഹാഭൂരിപക്ഷം വീടുകളും LNG കണക്റ്റഡ് അല്ല. LNG എന്ന് പറഞ്ഞാൽ പൈപ്പ് വഴി നേരെ വീട്ടിലേക്ക് വരുന്ന സംവിധാനം. ഇലക്ട്രിസിറ്റി പോലെ അത് വരും എന്ന് മാത്രമല്ല, ഇനി എല്ലാ ഹോട്ടലുകളും അടയും. ഹോം അവേ ഫ്രം ഹോം ആയി തിരുവനന്തപുരത്ത് കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, ഉച്ചഭക്ഷണം മാത്രമല്ല സർവ്വ ഭക്ഷണങ്ങളും വലിയ ബുദ്ധിമുട്ടായത്. ഇതെല്ലാം എന്തിൻ്റെ പേരിൽ? അമേരിക്ക കാണിച്ച എടുത്തിയാട്ടത്തിൻ്റെ പേര് ജനങ്ങളെയെല്ലാം ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തിയാടിയ ഒരു യുദ്ധത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ 2 ദിവസം കൊണ്ട് തീരുമെന്നുള്ള പ്രതീക്ഷയിൽ പോയതിപ്പോൾ 12 ദിവസം കഴിഞ്ഞിട്ട് ഒരു പരിഹാരവുമാകാതെ മുന്നോട്ട് പോവുകയും ലോകമാകെ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ LPGയുടെ ഫുഡ് ചെയിൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല തകർന്നിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് അടച്ചതോടുകൂടി. അതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നത്തിൻ്റെ രൂക്ഷമായ കാരണം. മുംബൈയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെയുള്ള പകുതി ഹോട്ടലുകൾ, നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ആശ്രയിക്കുന്ന അവിടുത്തെ ഹോട്ടലുകളെയാണ്. ആ ഹോട്ടലുകൾ മുഴുവൻ പകുതി ഹോട്ടലുകളും അടച്ചിരിക്കുക. മലയാളികളുടെ ധാരാളം ഹോട്ടലുകളും അവിടെയുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നൂക്സ് റെസ്റ്റോറൻറ്റ് ഡിസ്ട്രിക്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള M. വിജയകുമാർ പറയുന്നത്, ഞങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസായിട്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് പോകാൻ പറ്റും, പക്ഷേ ആ ചേഞ്ച് ഓവറിന് കുറച്ച് സമയമെടുക്കും. അതുവരെ അവരെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാർ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം അവിടുന്ന് മാത്രം കഴിക്കുക എന്നത് പതിവാക്കുന്ന നല്ല ഹോട്ടലുകളാണെങ്കിൽ അവിടെ ഒരു ഡിപ്പെൻഡൻസി വരുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരിടത്ത് പോയി കഴിക്കാൻ തോന്നുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം പറ്റുകാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് വലിയൊരു ദുരന്തമായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വേറെ ആൾട്ടർനേറ്റീവ്സ്, ഇപ്പോൾ തട്ടുകട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം. അവിടെ പലപ്പോഴും ഗ്യാസ് സ്റ്റൗ ആയിരിക്കണമെന്നല്ല എപ്പോഴും ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിച്ച് അവർ നടത്തും. പക്ഷേ മണ്ണെണ്ണ കിട്ടാനില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ വഴിയോര കടകളും ഇനിയിപ്പോൾ പതുക്കെ അവയും നിർത്തും. അവിടെ പലതും ഉപയോഗിക്കുന്ന ഗ്യാസാണ്, അത് LPG സിലിണ്ടറുകളാണ്. അത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പോവുകയാണ്. ഗവൺമെൻറ് പറയുന്നുണ്ട് നമുക്ക് 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന്. ഹർദേവ് സിംഗ് പുരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗാർഹിക വാതകങ്ങൾ മാത്രം, ഗാർഹിക വാതകങ്ങൾ വീടുകളിലേക്കുള്ളതാണത്. പക്ഷേ ഇങ്ങനെ കമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതിന് അത് ബാധകമാവില്ല. ഇനിയിപ്പോൾ വലിയൊരു പ്രതിസന്ധി കേരളത്തിൽ വരാൻ പോവുക. ഗവൺമെൻറ് അത് മുന്നിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അതായത് മീനം മേടം മാസങ്ങളാണല്ലോ മലയാള മാസം വരുന്നത്. ആ മാസങ്ങളിലാണ് ഒരുപാട് ഹിന്ദു കല്യാണങ്ങൾ നടക്കുന്ന സമയം. വെജിറ്റേറിയൻ ഫുഡായിരിക്കാൻ തയ്യാറാക്കുന്നത്. പലയിടത്തും ഇപ്പോൾ റിസപ്ഷനൊക്കെ അല്ലാത്തത് ഹോട്ടൽ വഴിയാണ് കാറ്റർ ചെയ്യുന്നത്. അതും കമേഴ്ഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഗ്യാസായിട്ടാണ്. അത് കിട്ടാനില്ല, അതിൻ്റെ വില കൂടിയിട്ടുമുണ്ട്. അവിടെ കിട്ടാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ ഈ സദ്യകളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത് വലിയൊരു അടിയായിരിക്കും. അവർ സാധാരണഗതിയിൽ ഇതൊക്കെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കുക. പിന്നെ റിസപ്ഷൻ എന്ന് പറയുന്നത്, ഹോട്ടലുകളിൽ എങ്ങനെ റിസപ്ഷൻ നടത്തും? ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലാതെ എങ്ങനെയാവും? വെജിറ്റബിൾസ് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. പ്രകൃതി ഭക്ഷണം ആക്കേണ്ടി വരും. പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കേണ്ടതായിട്ടൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ട്രംപ് നമ്മളെ. വാസ്തവത്തിൽ എന്തൊരു ദുരന്തം, എന്തൊരു ദ്രോഹമാണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും നടപടിയായോ? ഇറാനിലെ ഭരണത്തെ മാറ്റാൻ കഴിഞ്ഞോ? ഒന്നും നടന്നില്ല. എണ്ണ വിതരണം ഇപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ ഒരു കോവിഡ് കാലം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മറ്റേത് സൃഷ്ടിച്ചത് ചൈനയിലെ വുഹാൻ ലാബറട്ടറിയിലെ വൈറസ് ആണെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വൈറസ്
ഈ ലോകം മുഴുവൻ ഇങ്ങനെ കെടുതിയിലാക്കി. അമേരിക്കയിലും ഉണ്ട്, വൻ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് നമ്മളെ എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ എനർജി ക്രൈസിസ് ലോകത്തെ എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ളത്, നമ്മൾ വിചാരിക്കും വാഹനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ, പെട്രോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ഇല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെട്രോളിന് പകരം ആൾട്ടർനേറ്റീവ് ഫ്യൂലായിട്ടുള്ള CNG ആണ് ഇന്ന് പല ഓട്ടോറിക്ഷകളും ഉപയോഗിക്കുന്നത്. അത് കിട്ടില്ല. ഗ്യാസ് ഉപയോഗിക്കുന്ന എത്രയോ കാറുകളുണ്ട്, ഓടില്ല. മുംബൈയിലൊക്കെ നമ്മളെക്കാൾ കൂടുതലായിട്ട് മഹാനഗരമായ മുംബൈയിൽ ധാരാളമായിട്ട് CNG പമ്പുകളുണ്ട്. പമ്പ് അവിടെ CNG വിതരണം ചെയ്യാം, പമ്പ് അതുപോലെ നിൽക്കും. CNG വിതരണം ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് ട്രംപ് യുദ്ധത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. തുടങ്ങി വെച്ചത് ട്രംപ് ആയതുകൊണ്ടാണ് ഞാൻ ട്രംപിനെ ഇറാൻ അല്ല യുദ്ധം തുടങ്ങി വെച്ചത്, ഇസ്രായേലും അതുപോലെ അമേരിക്കയും കൂടി ചേർന്നാണ് യുദ്ധം തുടങ്ങി വെച്ചത്. അപ്പോൾ അതാണ് ഇതിൻ്റെ യുദ്ധശില്പികൾ. അവരാണ് ഇതിന് സമാധാനം പറയേണ്ടത്, ലോകത്തെ ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കൊണ്ടെത്തിച്ചതിന്. യുദ്ധം എവിടെയാണെങ്കിലും ലോകം ഒന്നടങ്കം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കണം എന്ന് ചുരുക്കി പറയാം. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെ തന്നെയാണ്. അടുക്കളയിൽ പുറത്തുപോയി കഴിക്കുന്ന ആൾക്കാരല്ല പൊതുവെ സ്ത്രീകൾ. അടുക്കളയിൽ പോലും ഒന്നും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അത് വല്ലാത്തൊരു ദുരന്തമാണ്. പക്ഷേ ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങളൊന്നും അധികമൊന്നും പുറത്തു വരുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു ദുരന്തം. ഇപ്പം യുദ്ധതന്ത്ര വിദഗ്ധരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത് അമേരിക്കയാണ് ഇതിന് ഉത്തരവാദി. യുദ്ധം എന്ന് തീരുമെന്ന് അൺപ്രഡിക്റ്റബിളാണ്. ശരിയായിട്ടൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ശരിയായിട്ടൊരു ഹോംവർക്ക് ചെയ്യാതെയുള്ള ഒരു യുദ്ധമാണ് അമേരിക്ക ചെയ്തത്. വലിയൊരു റിസ്ക്കാണ് അവർ ചെയ്തത്. ആ റിസ്കിൻ്റെ ശക്തരാണെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു കുടുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇറാൻ്റെ മിസൈലുകളെല്ലാം എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി. അപ്പോൾ അവർക്ക് പറ്റുന്ന രാജ്യങ്ങൾ, അത് ഗൾഫ് രാജ്യങ്ങളാണ് അതിൻ്റെ പരിധി വരുന്നത്, അങ്ങോട്ട് മിസൈൽ അയച്ചുകൊണ്ടിരിക്കുക. അമേരിക്ക ഇതിൽ പരിക്ക് പറ്റാതെ രക്ഷപ്പെടുന്നു യുദ്ധത്തിൽ. പക്ഷേ എനർജി ക്രൈസിസ് അവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്തേന്ന് പറയാൻ പറ്റും. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് ലഭിക്കുന്ന നമ്മുടെ GDPയുടെ ഏതാണ്ട് 1.5% എന്ന് പറയുന്നാൽ ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്ന റെമിറ്റൻസസിലാണ്. ഇപ്പോൾ അതിന് വലിയൊരു തടസ്സം നേരിടാൻ പോവുകയാണ് നമ്മൾ. കാരണം അവിടെ എണ്ണ പമ്പുകൾ പലതും പ്രവർത്തനം നിർത്തി, ചിലതൊക്കെ കത്തിപ്പോവുകയും ചെയ്തു. അവിടുത്തെ വലിയ എക്കോണമിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണിത്, ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണിത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് പല ഇൻഡസ്ട്രികളും അവിടെ നിലനിൽക്കുന്നത്. അവിടെയാണ് മലയാളികൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റെമിറ്റൻസിന് കിട്ടാതെ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടാതെ വരും. അവരിപ്പോൾ തന്നെ പേടിച്ച് വീടുകൾക്കുള്ളിൽ അടച്ചിരുന്നാണ് ഒരു തരം വീട്ടുതടങ്കലിലാണ് അവർ കഴിയുന്നത്. കുട്ടികളെ പുറത്തിറക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മിസൈലിൻ്റെ ഭാഗങ്ങളൊക്കെ തലയിൽ വീണ് കഴിഞ്ഞ് അങ്ങനെ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വാണിംഗ് വരുന്നുണ്ട്, സൈറൺ മുഴങ്ങുന്നുണ്ട്. സമാധാനമായിട്ട് നടന്നിരുന്ന ആ രാജ്യം ഇപ്പോൾ അസമാധാനത്തിലേക്ക്, അശാന്തിയിലേക്ക്, അസ്വസ്ഥതയിലേക്ക് പോവുകയാണ്. തന്നെയല്ല, സ്ത്രീകൾക്ക് ഏത് പാതിരാത്രിയിലും ഒരു പേടിയുമില്ലാതെ നടന്നു പോകാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ അതും സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് അമേരിക്ക. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പ്രവാസികളെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നാട്ടിലേക്ക് വരാമെന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇന്ധനങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടുകൂടെ എയർ ഇന്ത്യ അടക്കം ആ സർവീസുകൾക്കുള്ള ചാർജ് കൂട്ടിയിരിക്കുകയാണ്. സർചാർജ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, പെട്രോൾ സർചാർജ് അത് വന്നിരിക്കുന്നു. അപ്പോൾ അതും മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ നാട്ടിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട, ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതല്ല. വിലക്കയറ്റം വർദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ശമ്പളം വർദ്ധിച്ചിട്ടാണ് ഇവിടുത്തെ വിലക്കയറ്റമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഉണ്ടാകുന്നില്ലല്ലോ. സാധാരണ കിട്ടുന്ന അതേ ശമ്പളം അതേ സ്ഥലത്താണ് ഈ വലിയ തോതിലുള്ള വിലക്കയറ്റം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പൈസയുടെ അളവ് വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പ്രവാസികൾക്ക് അതൊരു തിരിച്ചടിയായി മാറില്ലേ? വലിയ തിരിച്ചടിയും പ്രതിസന്ധിയുമായിരിക്കും. അവരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള ഒരു വെല്ലുവിളിയും കൂടെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവധിക്കാലമാണ്, റമദാൻ കാലമാണ്. നാട്ടിലേക്ക് വരാൻ ഇരിക്കുന്നവർ, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വിളിച്ചു ചോദിച്ചു, ദുബായിലുള്ള ആളാണ്. അപ്പോൾ എവിടെയാണ്, അക്കരയാണോ ഇക്കരയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സംസാരിച്ച് മുഴുമിക്കാൻ കഴിയുന്നില്ല. അവർ ആറ്റുകാൽ പൊങ്കാലയിടാൻ വേണ്ടി നാട്ടിൽ വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തു. പോകാൻ പറ്റാതെ ഇവിടെ ഭർത്താവ് അക്കരയും ഭാര്യ ഇക്കരയും ആയിട്ടുള്ള സ്ഥിതി. അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല വിഷമം കൊണ്ട്. ഓർക്കാപ്പുറത്തൊറ്റ ഒരു ഇടിവെട്ട് പോലെയായി പോയിട്ടുണ്ടത്. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖസാഗരങ്ങളാണ്. നമുക്ക് നിസ്സാര പ്രശ്നങ്ങളാണെങ്കിലും മഹാദുഃഖങ്ങൾ
വരുത്തിവെച്ച ഒരു യുദ്ധം കൂടിയാണ്. ഇത് അപ്രതീക്ഷിതമാണ്, മുന്നേക്കൂട്ടി അറിയാതെ ഉണ്ടായ ഒരു യുദ്ധമാണ്. അറബ് നാടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരും മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്നത് ഗൾഫ് നാടുകളിലുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ യുദ്ധം നമ്മുടെ കേരളത്തിലെ അടുക്കള വരെ എത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചതും ഈ യുദ്ധം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ധൈര്യമായിട്ട് പറയാൻ പറ്റും.